വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അരാജകത്വം നിലനിൽക്കുന്ന, സൈന്യം ഭരണകൂടത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യം ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിന് ഇത്തരം ഉടമ്പടികളൊക്കെ ലംഘിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ കൂടി ഇടപെട്ട ഒരു വിഷയത്തിന്മേൽ ഇന്ത്യ വയലേഷൻ നടത്തുന്നില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടക്കം മികച്ച നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യത്തിന് അങ്ങനെ വളരെ പെട്ടെന്ന് പാകിസ്ഥാനെ പോലെ തോന്നിയവാസം ചെയ്യാൻ, കൊടും ചതി ചെയ്യാൻ, ഏത് തരത്തിലുമുള്ള ലംഘനങ്ങളും നടത്താൻ പറ്റുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇന്ത്യ സംയമനം പാലിക്കുന്നു. പാകിസ്ഥാൻ തന്നെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഈ വയലേഷന് പാകിസ്ഥാൻ ആണ് ഉത്തരവാദികൾ. പാകിസ്ഥാൻ ധാരണകൾ ലംഘിച്ചു. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന മറുപടിയാണ്. മനു, തുടരാം. അഭിലാഷ്, ഏതായാലും ഒരു ഉറപ്പ് ലഭിച്ചതിൻ്റെ ഒരു സൂചനയാണ് അവിടുന്ന് വരുന്നത്. DGM ഓഫ് പാകിസ്ഥാൻ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനുമായി ബന്ധപ്പെടുന്നത്. ഒരു ഫ്രഷ് സീസ് ഫയർ 10:30 തൊട്ട് നടപ്പിലാക്കി എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഫയറിംഗ് ആക്ടിവിറ്റിയും പരസ്പരം നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ശുഭസൂചന ഉണ്ട്. അതിർത്തിയിൽ LOCയിൽ ഫയറിംഗ് ഇല്ല. ഇപ്പോൾ ആർട്ടിലറി ഫയറിങ്ങും നിലച്ചിരിക്കുന്നു. അതിനിടയിലാണ് ഈ നഗ്രോട്ട സംഭവം വളരെ ശ്രദ്ധേയമായത്. നഗ്രോട്ടയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അവിടെ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. നഗ്രോട്ട എയർബേസിലെ സെൻട്രി ചില പരാതികൾ, സംശയങ്ങൾ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അവിടെ ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. RS-പുരയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഒരു കിംവദന്തിയാണ്. അത് വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ജമ്മു കശ്മീർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ചില ഓഡിയോസും അതുപോലെ ന്യൂസും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നു. അവിടെ RS-പുരയിൽ ടെററിസ്റ്റുകളുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ. അത് തീർത്തും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സന്ദേശമാണ്. അത് ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ജമ്മു പോലീസ് വ്യക്തമാക്കുന്നു. അവിടെ ആളുകൾ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യമില്ല. അത് റൂട്ടീനായിട്ടുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. RS-പുരയിൽ ഇതുപോലെ നടത്തുന്നവർക്കെതിരെ ഉണ്ടാകും എന്നുകൂടി അവിടെ പോലീസ് വൃത്തങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും ഒരു അല്പം കൂടി ആശ്വാസത്തിൻ്റെ ഒരു സ്വരമാണ് വരുന്നത്. ഗുജറാത്തിലും ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച കേന്ദ്രങ്ങളിൽ ആശ്വാസം വരുന്നു. അവിടെ റെസ്ട്രിക്ഷൻസ് പതുക്കെ ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കശ്മീരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വെടിവെപ്പ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ജമ്മുവിൽ ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുന്നു. ഡിഫൻസ് യൂണിറ്റുകൾ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ മാറി കുറെ കൂടി സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമാണ്. കാരണം വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു കാര്യം, ആംഡ് ഫോഴ്സസിന് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള, തിരിച്ചടിക്കാനുള്ള പൂർണ്ണമായ അധികാരവും ഒക്കെ നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ബലം ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആക്രമണത്തെ ചെറുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സീസ് ഫയർ വയലേഷൻ ഉണ്ടായ ഘട്ടത്തിൽ, വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം ഉണ്ടായ ഘട്ടത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയും ഗൗരവത്തോടും കൂടിയും പെരുമാറണം എന്ന് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഇത് വലിയൊരു ഗുരുതരമായ വീഴ്ചയായി തന്നെ ഉയർത്തിക്കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. ഇത്തരം സീസ് ഫയർ വയലേഷനുകളെ, ഇത്തരം പ്രകോപനങ്ങളെ അപലപിക്കുന്നതിനോടൊപ്പം അതിനെ ശക്തമായി കരുത്തോടു കൂടി തന്നെ നേരിടും എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ചെറുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്ന് വിദേശ സെക്രട്ടറി വളരെ വളരെ സ്പഷ്ടമായി തന്നെ, സംശയത്തിന് ഇട നൽകാതെ തന്നെ പറയുന്നു. എല്ലാ സാഹചര്യങ്ങളും സേനാ വിഭാഗങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ നിൽക്കുന്നു. സീസ് ഫയർ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് വീണ്ടും പുലരുന്നത്. അങ്ങനെയാണ്. അതിർത്തികൾ ശാന്തമാകുമെന്ന ശുഭപ്രതീക്ഷയാണ് പങ്കുവെക്കേണ്ടത്.
വലിയ തോതിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ലംഘനമുണ്ടായി എന്നത് ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചു, അതിന്റെ ഉത്തരവാദികൾ പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷേ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിച്ചു എന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇവിടെ മോഹൻ വർഗീസ് ഇതാ ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നത്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നതൊക്കെ പറയൂ എന്ന്. പക്ഷേ അവരോടൊക്കെ ആവർത്തിച്ച് പറയേണ്ടത് വെറുതെ ഒന്നുമല്ല പാകിസ്ഥാൻ പിൻവാങ്ങുന്നത് എന്നത് തന്നെയല്ലേ. പാകിസ്ഥാൻ പിൻവാങ്ങുന്നുവെങ്കിൽ അത് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ തിരിച്ചടിക്കൂ എന്നൊക്കെ പറയുന്ന പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ അവിടെ തിരിച്ചടിക്കുമ്പോൾ അവിടുത്തെ ആളുകളെ അല്ല ലക്ഷ്യം വെക്കുക, സൈനികരെ മാത്രമായിരിക്കും ലക്ഷ്യം വെക്കുക. അങ്ങനെയുള്ള ആക്രമണങ്ങൾ തന്നെ ഇന്ത്യ നടത്തുകയും അങ്ങനെയുള്ള മറുപടി ഇന്ത്യ നൽകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയല്ലേ എങ്കിലും പാകിസ്ഥാൻ വഴങ്ങുന്നത്.